ആവശ്യത്തിനുള്ള കമ്പികളും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഇങ്ങനെ എടുത്തു കൊടുക്കുന്നത് ഒരു ആ ഡ്രെയിനേജിന്റെ ഹോളിന്റെ ഒക്കെ വലിപ്പം നല്ല ഹൈറ്റുള്ള ഉയർത്തി അവര് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ പാറ എടുത്ത ഭാഗത്ത് ഉടൻ തന്നെ അവര് ഡ്രെയിനേജിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. NH66 പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലപ്പുറം കുറ്റിപ്പുറത്താണ്. വളരെ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വളരെ കുറഞ്ഞ വർക്കുകൾ മാത്രമാണ് ഉള്ളത്. അപ്പൊ നമുക്ക് വിശദമായ കാഴ്ചകളിലേക്ക് പോയി നോക്കാം. നമ്മൾ എത്തിയിട്ടുള്ളത് പുതിയ പാലത്തിന്റെ ഭാഗത്താണ്. പുതിയ പാലം എന്ന് പറഞ്ഞാൽ ROB കഴിഞ്ഞു വരുന്ന കോൺക്രീറ്റ് പാലത്തിന്റെ മുൻവശത്താണ് വന്നിട്ടുള്ളത്. ഈ ഭാഗത്ത് ഇവിടെ റോഡ് വന്ന് ചേരുന്ന ഒരു ഭാഗമാണ്. ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇനി മണ്ണ് നിറക്കാനും വർക്ക് ചെയ്യാനുള്ളത്. ബാക്കി എല്ലാ ഭാഗത്തും കാണാൻ നമുക്ക് ഇവിടെയൊക്കെ ടാറിങ് വരെ കഴിഞ്ഞിട്ടുണ്ട്. സൈഡിൽ കോൺക്രീറ്റ് കൊണ്ട് ക്രാഷ് ബാരിയറിന്റെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ വർക്കുകളും നടക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് ഭാഗം നമുക്ക് കാണാം പുതിയതായിട്ട് ഒരു കമ്പിയൊക്കെ, പുതിയതല്ല കമ്പിയൊക്കെ ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന ഭാഗം. അത് നമ്മുടെ ഹൈവേയിലേക്ക് കയറി വരാനുള്ള ഒരു സർവീസ് റോഡാണ്. ഈ സർവീസ് റോഡിന്റെ ഭാഗത്തുള്ള വർക്കുകൾ ഇനി ഇവിടെ ഈ ഭാഗത്താണ് ടാറിങ് ഒക്കെ ചെയ്യാനുള്ളത്. ഇപ്പം വാഹനങ്ങൾ അതിലെ ക്രോസ് ചെയ്ത് പഴയ ഹൈവേന്റെ ഭാഗത്തേക്കാണ് കടന്നു പോകുന്നത്. അപ്പൊ ഇവിടെയൊക്കെ റെഡിമെയ്ഡ് ക്രാഷ് ബാരിയർ ആണ് വെച്ചിട്ടുള്ളത് കൊണ്ട് അവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗത്ത് ഇവിടെ പുതുതായിട്ട് വീണ്ടും ക്രാഷ് ബാരിയറിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ വേഗത്തിൽ വർക്കുകൾ തീർക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത് പോയി നോക്കാം. ROBന്റെ അടുത്തേക്ക് എത്രത്തോളം വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്, അതിന്റെ മുകളിൽ എങ്ങനെയൊക്കെയാണ് വർക്കുകൾ നടക്കുന്നതെന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് നോക്കുന്ന ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇവിടൊക്കെ എങ്ങനെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. പഴയ പാലത്തിലൂടെ വന്നിട്ട് ഇങ്ങനെ രണ്ട് സൈഡായിട്ട് ഇങ്ങനെ കയറി പോകുന്നത്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ടൗൺ ഭാഗങ്ങളിലേക്ക് നേരെ പോവാം. നമുക്ക് ചാവക്കാട് അങ്ങനെ അങ്ങോട്ടുള്ള ഭാഗങ്ങളിലേക്ക്. ഇവിടെ കുറച്ച് ഭാഗത്താണ് ഇനി വർക്ക് ചെയ്യാനുള്ളത്. അത് വർക്ക് തീരാത്തത് കൊണ്ട് ഇവിടെ ഇങ്ങനെ ഗ്യാപ്പാക്കി വിട്ടതാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗം പെട്ടെന്ന് അടച്ച് ഇതിലൂടെ തന്നെ ആയിരിക്കും വാഹനങ്ങൾ കടന്നു പോവുക. പുതിയ പാലത്തിന്റെ ഭാഗത്തുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പാലത്തിന്റെ അടുത്തേക്ക് പോയി നോക്കാം. പാലത്തിന്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാം ഇതൊരു ചെറിയ കോൺക്രീറ്റ് പാലമാണ്. ഈ കോൺക്രീറ്റ് പാലത്തിന്റെ സൈഡിൽ വരുന്ന ക്രഷ് ബാരിയർ കൈവരികൾ വെക്കുന്ന വർക്കുകളാണ് ഇത് മെഷീൻ ഉപയോഗിച്ച്. അപ്പൊ നമ്മുടെ ROBന്റെ ഭാഗത്തേക്കുള്ള ഭാഗത്തൊക്കെ കോൺക്രീറ്റ് സ്ലാബിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നേരത്തെ തന്നെ കഴിഞ്ഞു. ഇനി ഇതിന്റെ സൈഡിൽ വരുന്ന ക്രാഷ് ബാരിയറിന്റെ വർക്കുകളാണ് വരാനുള്ളത്. അപ്പൊ നമുക്ക് അടുത്തേക്കൊന്ന് പോയി നോക്കാം. ഈ ഭാഗം വരെയാണ് കോൺക്രീറ്റ് പാലം വരുന്നത്. അപ്പൊ ഇതാണ് കോൺക്രീറ്റ് പാലം അവസാനിക്കുന്ന ഭാഗം. ഇനി ഇവിടെയൊക്കെ ജോയിന്റിങ്ങിന്റെ വർക്കുകൾ ഉണ്ട്. ഇതിന്റെ മുകളിലൊക്കെ ഇങ്ങനെ വെള്ളം നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സിമെന്റ് കൊണ്ട് ഇങ്ങനെ തടസ്സങ്ങളൊക്കെ വെച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ്. ഇതൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ പാലം നീക്കി വെക്കാനാണ് നമ്മൾ കുറേ നാളുകളായിട്ട് കാത്തിരുന്ന് പാലത്തിന്റെ വർക്കുകൾ ഫുൾ കംപ്ലീറ്റ് ആയി ഇങ്ങോട്ട് എടുത്തു വെച്ചു. ഇപ്പൊ കോൺക്രീറ്റ് വർക്കിങ് കഴിഞ്ഞു. ഇനി സൈഡിലുള്ള ഇതുപോലുള്ള കോൺക്രീറ്റ് വാളാണ് വരാനുള്ളത്. വലിയ കോൺക്രീറ്റ് വാളാണ് വരാനുള്ളത്. അതിനുള്ള വർക്കുകളിന് വേണ്ടിയുള്ള കമ്പികളൊക്കെ കാണാൻ പൊങ്ങി നിൽക്കുന്നത്. ഇതിന്റെ സൈഡിൽ വേറൊരു എക്സ്ട്രാ ആയിട്ട് ഒരു കമ്പി കൂടെ വരുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഒരു പുതിയൊരു കമ്പി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ട്രെയിനൊക്കെ ഇവിടെ പോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കുറ്റിപ്പുറത്ത് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഇതിന്റെ മുൻവശത്ത് അങ്ങോട്ടുള്ള ഭാഗത്തും ഇനി സ്ലാബിന് വേണ്ടിയിട്ടുള്ള ഷീറ്റ് വർക്ക് നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അവിടെയും ഗർഡർ ലോഞ്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് മുൻവശത്ത്. പിന്നെ അവിടെ ചെയ്യാനുള്ളത് ഇപ്പൊ സൈഡില് കോൺക്രീറ്റ് ചെയ്യാനുള്ളത്, കോൺക്രീറ്റ് വാള് വരാനുണ്ട്. അങ്ങനെ കോൺക്രീറ്റ് വാളല്ല, ക്രഷ് ബാരിയർ വരാനുണ്ട്. ഈ സൈഡിൽ കുറച്ച് ഉയരത്തിലുള്ള ഒരു ക്രഷ് ബാരിയർ ആണ് വരുന്നത് തോന്നുന്നത്. കണ്ടില്ലേ, ഈ ഭാഗത്തും അങ്ങനെയാണ്. ഇവിടെ സെന്ററിൽ ഈ ഭാഗത്ത് വരുമ്പോ ചെറുതാണ്. അങ്ങനെ എന്താണെന്ന് അറിയില്ല. ഇവിടെ ഒരു ആളുകൾക്കൊക്കെ നടന്നു പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി പോലെ. അപ്പൊ ട്രെയിന് പോവാണ്, അതിനുള്ള ഒരു ഫോണാണ് കേട്ടത്. അപ്പോ ഇവിടെ ഒരു നടപ്പാത പോലെ ഇങ്ങനെ ഒരു വഴി കാണുന്നുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. ഇതിന് അങ്ങോട്ട് റോട്ടിലേക്ക് ഒരു വഴി കാണുന്നൊന്നുമില്ല.
അപ്പൊ ഇവിടെ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇതിങ്ങനെ ഒരു വേലി പോലെ ഒരു സംഭവം വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ടൊക്കെ പോവാനുണ്ട്. അവിടെയൊക്കെ റോഡ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കുറെ ഭാഗത്ത്. പിന്നെ സൈഡില് കുറച്ച് ഭാഗത്തൊക്കെ പാറകളൊക്കെ പൊട്ടിച്ചെടുക്കുന്നതിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഡ്രൈനേജിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്. വളരെ വേഗത്തിൽ വർക്കുകൾ എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട്. അധികം നാള് കാത്തിരിക്കേണ്ടി വരും തോന്നുന്നില്ല. അപ്പൊ ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ഇതിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനി അധികം ഒന്നും വർക്കുകൾ ചെയ്യുക, ഇതിന്റെ മുകളിലുള്ള വേസ്റ്റുകളൊക്കെ എടുത്തു മാറ്റുക, ടാറിങ് ചെയ്യുക, അങ്ങനെയുള്ള വർക്കുകൾ, ഈ സൈഡിലുള്ള ക്രാഷ് ബാരിയർ വെക്കുക, അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ താഴ്വശത്തുള്ള ഈ ഭാഗത്തുള്ള കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിക്കാം. നമ്മുടെ ROB വന്ന് ജോയിന്റ് ആകുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് കേട്ടോ. ഇത്രയും ഭാഗത്തേക്കാണ് വന്ന് ജോയിന്റ് ആകുന്നത്. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ റിസ്ക് പിടിച്ച ഒരു ഭാഗത്ത് ഇവിടെ കാണിക്കുകയാണ് ഞാൻ. ഇവിടെ ഒരു വാട്ടർ കണക്ഷനൊക്കെ കടന്നു പോകാൻ, വെള്ളം ഒഴിഞ്ഞ് പോകാനാണെന്ന് തോന്നുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ പൈപ്പൊക്കെ കാണുന്നുണ്ട്, എന്താന്ന് മനസ്സിലായില്ല. അപ്പൊ ഇവിടുന്ന് ആവശ്യത്തിനുള്ള കമ്പികളും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഇങ്ങനെ എടുത്തു കൊടുക്കുന്നത് ഒരു ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു വണ്ടിയാണത്. ഇതിന് കയറി വരാനുള്ള ഒരു കോണിയാണ് കേട്ടോ. ഇതിങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇവിടെ പഴയ ഒരു ഭാഗത്തെ കുറെ കോൺക്രീറ്റുകളൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതാണ് അവിടെ പൊക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ഭാഗത്ത് കമ്പി ഇങ്ങനെ കൊണ്ടുവന്ന് റെഡിയാക്കി കൊടുക്കുന്നത്. അപ്പൊ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഇതൊരു നടപ്പാത പോലെ കണ്ടതൊരു ഭാഗം. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ഭാഗത്തേക്കൊക്കെ സ്ലാബിന്റെ വർക്കുകൾ, കുറച്ച് ഭാഗത്ത് സ്ലാബിന്റെ വർക്കുകൾ ചെയ്യാനുണ്ട്. ബാക്കി ഭാഗത്തൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ കുറ്റിപ്പുറം പുതിയ പാലത്തിന്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ച. അപ്പൊ നമുക്കിനി അങ്ങോട്ടാണ് പോകാനുള്ളത്. ആ ഭാഗത്തൊക്കെ പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇപ്പൊ പാലം മാത്രല്ല, ഇതുപോലെ ബിൽഡിങ്ങുകളും ഇതുപോലെ തന്നെയാണ് വാർക്കുന്നത്. കണ്ടില്ലേ, ഒരു മുകളിൽ ഷീറ്റൊക്കെ വെച്ച് ഇരുമ്പിന്റെ തൂണുകളൊക്കെ കൊടുത്ത് ഒരു എക്സ്ട്രാ ആയിട്ട് ബിൽഡിങ് എടുക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് പാലത്തിന്റെ വർക്കും ചെയ്യുന്നത്. ഇപ്പൊ പുതുതായിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കാണാം നമുക്ക്. ഇനി ഇതിന്റെ മുകളിൽ കമ്പി കെട്ടി കോൺക്രീറ്റ് ചെയ്താൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇതിൽ നിൽക്കുന്നതാണ്. പിന്നെ എടുത്തു മാറ്റേണ്ട ആവശ്യമില്ല. മരത്തിൻ്റെതൊക്കെ ആണെങ്കിൽ നമുക്ക് എടുത്തു മാറ്റേണ്ടി വരും. ഇത് ഷീറ്റ് അവിടെ തന്നെ നിർത്തി നമുക്ക് അതുപോലെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ കുറ്റിപ്പുറം പാലം. ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. പാലത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാം ഈ എൻ്റെ ഭാഗത്ത് ചെയ്യുന്ന കോൺക്രീറ്റ് ചെയ്യാനുള്ള ഒരു കമ്പി കെട്ടുന്ന വർക്കാണ് ഇവിടെ നടക്കുന്നത്. അപ്പം മുൻവശത്ത് കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇനി സ്ലാബ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ഷീറ്റ് വർക്കൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. 2 ഗർഡർ വരുന്ന ഭാഗങ്ങളിൽ കുറച്ച് ഭാഗം, അതും പകുതിയായിട്ടുണ്ട്. പകുതി ഭാഗത്താണ് ഇനി വെക്കാനുള്ളത്. അപ്പൊ ഈ ഭാഗത്തൊക്കെ നേരത്തെ ഞാൻ കാണിച്ചതാണ്, എന്നാലും ഒന്നുകൂടെ കാണിക്കാം. ഈ ഭാഗത്തൊക്കെ വർക്ക് കഴിഞ്ഞതാണ്. ഇനി കൂടെ കുറച്ച് ഭാഗം ഇങ്ങനെ കോൺക്രീറ്റ് ടാറിങ് ചെയ്യാനുണ്ട്. ഇവിടെ പുതുതായിട്ട് ഒരു ബോർഡൊക്കെ വന്നിട്ടുണ്ട്. ബോർഡിൽ എന്താണ് എഴുതിയിരിക്കണമെന്ന് അറിയാനേ നമുക്ക് അപ്പുറത്ത് പോയാലേ അറിയുള്ളൂ. ഞാൻ പോയിട്ട് കാണിക്കാം. അപ്പൊ ആ ഭാഗങ്ങൾ 2 ഭാഗങ്ങളിലും ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. താഴ്വശത്തേക്ക് ഒരു റോഡ് പോകുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷന്റെ ഭാഗങ്ങളിലേക്ക് കടന്നു പോകുന്ന രീതിയിലാണ് ഇവിടെ ഇങ്ങനെ ഒരു സർവീസ് റോഡ് വരുന്നുണ്ട്. ഇതാണ് സർവീസ് റോഡ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നത്. ഇനി ഈ ഭാഗങ്ങളിൽ മണ്ണ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇളകി പോയിട്ടുണ്ട്. ഇതൊക്കെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യാനുണ്ട്. അപ്പൊ ഇവിടെ പുതിയ പാലം വന്നാലും നമുക്കൊരു പഴയ പാലത്തിന് 3 ലൈനിൽ പോകാനുള്ള ഒരു വീതിയൊന്നുമില്ല. അപ്പൊ എങ്ങനെ ആയിരിക്കും ഇനി ഇതിന്റെ സൈഡിലുള്ള ഈ ഫുട്പാത്തുകളൊക്കെ എടുത്തു മാറ്റുമോ, ഒന്നുകൂടെ ഇത് വൃത്തിയാക്കി എടുക്കോ ഒന്നും ഐഡിയ ഇല്ല കേട്ടോ. ഇതിവിടെ കുറെ പഴയ പാലത്തിന്റെ കുറെ കൈവേരികളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ പുതിയ പാലം കൂടെ വരായിരിക്കും ഇവിടെ വളരെ നല്ലത്. എന്നാൽ വളരെ വൃത്തിയും കാണാനും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാലം കൂടെ നമുക്ക് ആവശ്യമാണ്. വരുമോന്ന് അറിയില്ല. അപ്പൊ ഇത് വളരെ കാലങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഒരു പാലാണ്. അത്രയും പഴക്കമുള്ള ഒരു പാലാണ്. അപ്പൊ നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം.
ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്. ഈ ബോർഡിൽ കാണുന്നത് 90കളിൽ നിർമ്മിച്ചു എന്നാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പാലം. ഇതാണ് ബോർഡിൽ എഴുതിയിട്ടുള്ള തൃശ്ശൂര് കുറ്റിപ്പുറം എന്നുള്ള ഒരു ആരോ മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് നോക്കുമ്പോൾ രണ്ട് സൈഡിലും ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സെന്റർ ഭാഗത്ത് ക്രാഷ് ബാരിയർ ആണ് വരാനുള്ളത്. പള്ളിപ്പടി ഭാഗത്തു നിന്ന് വരുന്ന റോഡാണത്. ആ റോഡിന്റെ ഭാഗത്തൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുൻവശത്ത് പോയി നോക്കാം. അപ്പൊ കുറെ മുൻവശത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കാണാം ഫുൾ ഭാഗത്തും വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ടാറിങ് കഴിഞ്ഞ ഭാഗം തന്നെയാണ് ഇവിടെയൊക്കെ വരുമ്പോ. ഇനി സെന്ററിൽ ക്രാഷ് ബാരിയർ വരാനുള്ള ഒരു ഭാഗം അങ്ങനെ വിട്ടിട്ടുണ്ട് കുറച്ച് ഭാഗത്ത്. അപ്പൊ നമ്മൾ അവിടുന്നാണ് വന്നത്. ഇനി ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് സോയിൽ ലൈനിങ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള നെറ്റുകളൊക്കെ ചെയ്ത് കിടക്കുന്ന ഒരു ഭാഗം കാണാം. ഇവിടെ കുറച്ച് ഭാഗത്ത് ഡ്രെയിനേജിന്റെ വർക്ക് ചെയ്യാനുണ്ട്. ഇവിടെ വളരെ കുറഞ്ഞ ഭാഗത്താണ് ഇനി ഈ പാറ പൊട്ടിച്ചെടുക്കാനുള്ളത്. അതിന്റെ വർക്കാണ് ഇപ്പൊ നടക്കുന്നത്. കഴിഞ്ഞ ഭാഗത്ത് ഉടൻ തന്നെ ഇവര് ഡ്രെയിനേജിന്റെ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഡ്രെയിനേജ് ഒക്കെ കാണാൻ നമുക്ക് നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ആഴമുള്ള ഒരു ഡ്രെയിനേജ് ആണ്. ഇവിടെ കോൺക്രീറ്റ് വാളും ഡ്രെയിനേജും കൂടെ ഒരുമിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാറ പൊട്ടിക്കാൻ കുറച്ച് സമയമെടുക്കുന്ന വർക്കാണ്. അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് ഡിലേ ആയത്. ഇവിടുന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം. ഇതിന്റെ മുകളിൽ ടാറിങ് ഒക്കെ കഴിഞ്ഞ ഒരു റോഡുണ്ട്, സർവീസ് റോഡ്. അപ്പൊ അത് കറക്റ്റായിട്ട് പൊട്ടിച്ചെടുക്കുന്നത് കൊണ്ടാണ് കുറച്ച് ടൈം എടുക്കുന്നത്. അല്ലെങ്കിൽ വലിയ പാറകള് വെടിപൊട്ടിച്ചൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ പൊട്ടിച്ചിതറി പോകുന്ന ഒരു ഭാഗം ആയിട്ടുണ്ടെങ്കിൽ വൃത്തിയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഡ്രില്ല് ചെയ്ത് ഇങ്ങനെ പതുക്കെ എടുക്കുന്നത്. ഈ ഡ്രില്ലർ മെഷീൻ ഉപയോഗിച്ചാണ് അധികവും ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. വലിയൊരു ഡ്രില്ലർ മെഷീനാണത്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു നല്ല ടെക്നോളജി, എത്രയും സ്ട്രോങ് ആയ പാറകളും പൊട്ടിച്ചെടുക്കാൻ പറ്റിയ ഒരു മെഷീനാണ്. ഇത് ഉപയോഗിച്ചാണ് ഇവിടെയൊക്കെ പാറകൾ പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. കാണാൻ നമുക്ക് വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഇനി വർക്ക് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് പോയി നോക്കാം, പള്ളിപ്പടി ഭാഗത്തേക്ക്. അവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്, അതുകൂടെ നിങ്ങളെ കാണിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ പള്ളിപ്പടി ഭാഗത്തുനിന്ന് വരുന്ന ഭാഗം. അപ്പൊ അവിടം വരെ ആ ഒരു റോഡ് റോളർ നിൽക്കുന്ന ഭാഗം വരെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ കുറച്ച് ഭാഗത്താണ് ഇനി വർക്ക് ചെയ്യാനുണ്ടായിരുന്ന ഭാഗം. ടാറിങ്ങിന് വേണ്ടിയിട്ട് മണ്ണ് ഒരുക്കാനുള്ള ഭാഗം അവിടെ ഇപ്പൊ മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും ഭാഗത്തേക്ക് ഒരു സൈഡില് മണ്ണ് ലെവൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ആ ഒരു ഡ്രൈനേജ് വരുന്ന ഭാഗത്ത് മാത്രമായിരുന്നു മണ്ണ് ലെവൽ ചെയ്യാനുണ്ടായിരുന്നത്. അവിടെയും അത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ട ഭാഗം ഇവിടെയാണ് കുറച്ചധികം വർക്ക് ഉള്ളത്. അതിൽ വളരെ കുറഞ്ഞ ഭാഗത്താണ് ഇനി കോൺക്രീറ്റ് പാറ എടുക്കാനുള്ളത്. അതും വളരെ വേഗത്തിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഡ്രൈനേജിന്റെ വർക്കും കൂടെ അതിന്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട്. ഇവിടെ അധികം നിൽക്കാൻ പറ്റുന്നില്ല, നല്ല സ്ട്രോങ് ആയ വെയിലാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് എടുത്തിട്ട് പോവാണ്. കണ്ടില്ലേ, ആ ഡ്രൈനേജിന്റെ ഹോളിന്റെ ഒക്കെ വലിപ്പം നല്ല ഹൈറ്റുള്ള ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ പാറ എടുത്ത ഭാഗത്ത് ഉടൻ തന്നെ അവര് ഡ്രൈനേജിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് വശമാണ് ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ടത്. അപ്പൊ ഇതാണ് നമ്മുടെ കുറ്റിപ്പുറം. ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രം, കണ്ടില്ലേ, കുറച്ച് മാത്രം അവിടെ കാണാം. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വെള്ള ലോറി, ആ വെള്ള ലോറിന്റെ അവിടം വരെയാണ് ടാറിങ് കഴിഞ്ഞിട്ടുള്ളത്. ഇതാണ് റോഡ് റോളർ. ഈ ഭാഗം വരെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഭാഗം ഇതാണ് കണ്ടത്. ഈ ഭാഗത്ത് മണ്ണ് ലെവൽ ചെയ്യാനുള്ളത്. ഇതാണ് പള്ളിപ്പടി ഭാഗത്തേക്ക് നോക്കുന്ന ഭാഗത്ത് ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സെന്ററിൽ ക്രാഷ് ബാരിയർ വെക്കാനുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ കുറ്റിപ്പുറത്ത് നിന്നുള്ള ഒരു കാഴ്ച. അപ്പൊ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു സപ്പോർട്ട് തരിക, എന്നാലേ മുന്നോട്ടുള്ള യാത്രകൾ സാധ്യമാകൂ. അപ്പൊ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.